കാറ് തുടച്ചോണ്ടിരിക്കുകയായിരുന്നു, വെള്ളം തീർന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. അത് എൻ്റെ ഏട്ടൻ്റെ കലാവിരുതാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എനിക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണൊക്കെ വരാൻ പോവാണല്ലേ. അപ്പൊ അതുകൊണ്ടൊരു വീട് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട അത് എൻ്റെ ഏട്ടൻ്റെ കലാവിരുതാണ് കേട്ടോ. ആ സർക്കിൾ ഇട്ടിട്ടുള്ള ഒരു പുതിയ പെയിന്റ് അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഡിസൈനാണ് ആളുടെ. അപ്പൊ ഇപ്പൊ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. ഇപ്പോ എൻ്റെ ഈ വീടെന്ന് പറയുന്നത് ഞങ്ങൾ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷമാകുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ആരും താമസിക്കുന്നില്ല. അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞു വീടൊക്കെ പോയിന്ന് തൂത്തുവാരിയിട്ട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. ഇതുവരെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇന്ന് സൺഡേ ആണ്, ഏട്ടൻ ഓഫാണ്. അപ്പൊ ഏട്ടൻ ഇന്ന് പോവാന്ന് വിചാരിച്ചു. മുറ്റത്തൊക്കെ കാടും കയറി, കുറേ ദിവസമൊക്കെ മഴയാണല്ലോ. അപ്പൊ മുറ്റത്തൊക്കെ ആകെപ്പാടെ കാടാണ്. അപ്പോ മറ്റേ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാ വന്നേ, കാടൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ രാവിലെ മുതലുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ലേറ്റ് ആയിപ്പോയി. പാച്ചുക്കുട്ടന്റെ ഇപ്പോഴത്തെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലാവും. അത് കാരണം കുറേ തവണ എഴുന്നേക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. അവനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരണം എന്ന് തീരുമാനിച്ചതാണ്. ഞങ്ങൾ 12 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. അതിന് ചേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയും പെയ്തു. അതുകൊണ്ട് ചേട്ടന് മുറ്റത്തെ കാടടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു വന്നല്ലേ അകമൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പോകുന്നു. കാരണം അമ്മ അടുത്ത ആഴ്ച വരും. ഇനി ഇതൊന്നും തൂത്ത് വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓടിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുക. അത് മാത്രമല്ല ഓണാകാൻ പോവാണ്. അപ്പം ഓണ സമയത്തേക്കുള്ള ക്ലീനിങ് കുറച്ച് കുറഞ്ഞു കിട്ടും. അതിൻ്റെ എഫേർട്ട് കുറച്ച് കുറവായിരിക്കും ഇപ്പോഴേ നമ്മൾ ചെറുതെ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അങ്ങനെ ഞാൻ പതിയെ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. വീട് ഞാൻ നോക്കട്ടെ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി ആവാറായി. എനിക്കടെ വിശന്നിട്ട് പാടില്ല. ഞാൻ കുറച്ച് ഹാളും സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഏട്ടനോടൊരു ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഏട്ടൻ ബിരിയാണി വാങ്ങിക്കാൻ പോയിക്കാണ്. ബിരിയാണി കിട്ടുമോ എന്നറിയില്ല. ഇന്ന് സൺഡേ ആണ് ഇവിടെ. അതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആളത് വാങ്ങിക്കാൻ പോയിക്കാണ്. വരുമ്പോഴത്തേക്ക് എനിക്ക് അതെ, ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീട് ഞങ്ങൾ പണിതിട്ട് ഇപ്പോൾ 1.5 വർഷമാകുന്നുള്ളൂ. എൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ താമസിച്ച വീട് ഭയങ്കര പഴയ വീടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചിട്ട് ഞങ്ങൾ വെച്ച വീടാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് ചെയ്തത് ഏട്ടനാണ്. അപ്പോൾ ഇതിൽ പെയിന്റ് അടിക്കുന്ന സമയം വന്നപ്പോൾ ഏട്ടനാണ് ഇത് ഫുള്ള് ഹാൻഡിൽ ചെയ്തത്. ഏട്ടൻ്റെ കലാവിരുത് പുറത്തെടുക്കാൻ കിട്ടിയ അവസരം നല്ലപോലെ ഉപയോഗിച്ചു. അങ്ങനെ കുറേ പെയിന്റ് അടിച്ച് കുറേ ഡിസൈൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹാളിലുള്ളൊരു ഡിസൈൻ ആട്ടോ. അപ്പം ഞാൻ അവിടെ തൂക്കുന്നതിൻ്റെ ചൂലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ഹാളിലുള്ള ഡിസൈൻ ആട്ടോ, ആള് ചെയ്തതാണ്. കൊള്ളാം, പക്ഷെ ഞാൻ കൊള്ളാമെന്ന് അംഗീകരിച്ച് കൊടുക്കില്ല. ആൾ കുറച്ച് പൊങ്ങും. അതുകൊണ്ട് എന്താ പറഞ്ഞു വന്നതെന്ന് മറന്നല്ലോ. അപ്പം ഞങ്ങളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഹോം ടൂർ അല്ല, ഞാൻ വീടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വാരി വലിച്ചിട്ടേക്കാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ പരിപാടിയാണ് കേട്ടോ. ഇരിക്കുന്ന സെറ്റിൽ നമ്മളിവിടെ വീട് വെച്ചതിന് ശേഷം ഇവിടെ എങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് സമയം കിട്ടില്ല. അത് കാരണം ഞങ്ങൾ കുറച്ച് പണിയും കൂടെയൊക്കെ ബാക്കിയുണ്ട്. ഞങ്ങൾക്കൊരു ഷോക്കേസൊക്കെ പണിയണം. അപ്പോൾ അത് കാരണം കിട്ടിയ ട്രോഫീസൊക്കെ അനിയത്തി എടുത്ത് വൃത്തിക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. അനിയത്തി ഇപ്പോൾ ഇവിടെ ഇല്ല, അവൾ ഹോസ്റ്റലിലായതുകൊണ്ട് അവളും ഇല്ല. അപ്പോൾ ഓണത്തിന് എന്തായാലും എല്ലാവരും ഒത്തുകൂടും. അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ അടുത്ത ആഴ്ച വരും. അപ്പോൾ അമ്മയെ കാണിച്ചു തരാം. അപ്പം എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഉണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ഇത് അമ്മയാണ്, ഇതാണ് അനിയത്തി. അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടട്ടെ. ഞാൻ തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് തൂത്തുവാരിയൊക്കെ ഓൾറെഡി എല്ലാം വൃത്തിക്കിട്ടിട്ടാണ് അവർ പോയത്. പക്ഷെ ഇവിടെ അമ്മയാണ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മറ്റേ പല്ലിക്കാട്ടമൊക്കെ കിടപ്പുണ്ട് നിലത്തൊക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ്. ഇന്ന് കാടെടുക്കാൻ പറ്റുന്ന ലക്ഷണമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. പറ്റുകയാണെങ്കിൽ അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിന് ശേഷം ഞാൻ വീടൊന്ന് കാണിച്ചു തരാം.
ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് നോക്കാം. ബിരിയാണി വാങ്ങിക്കാനാണേ പറഞ്ഞു വിട്ടത്. ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബിരിയാണി വാങ്ങിക്കാനാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ബിരിയാണി തന്നെയാണ് ഗൈസ്. പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബിരിയാണി പാക്കറ്റ് തന്നെയാണ്. അയ്യോ, സലാഡ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കവറുണ്ട്. അതൊരു സ്പ്രൈറ്റും. ഓക്കെ, പണിയൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് കാണിക്കാമേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് മണമൊക്കെ വന്നപ്പോഴത്തേന് നല്ലൊരു എനർജി കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാണേ. ബിരിയാണി ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ ഇന്ന് ഞാനൊരു വാട്ട ഈറ്റിനിടെ ഷൂട്ട് ചെയ്ത് രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്കവാറും ഈ ബിരിയാണിയും കയറും. അങ്ങനെ സലാഡും പപ്പടവും ഒക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇതിൻ്റെ ഇടയിൽ ഞാനും ചേട്ടനും കൂടി ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ആ ബിരിയാണിയിൽ 5 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുക, ഇതെന്താ ഇങ്ങനെ ചിക്കൻ പീസ് തന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയാണ് ചിക്കന് വില കുറവാണ്, ഇന്ന് 100 രൂപയുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയത്. ചേട്ടൻ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഏട്ടൻ്റെ ബിരിയാണി എല്ലാം പാത്രത്തിലേക്ക് തട്ടിയിട്ട് ആ പാത്രത്തിൽ സലാഡൊക്കെ ഒഴിച്ചു വെച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്നൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ സ്പ്രൈറ്റ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒഴിക്കാന്ന് പറഞ്ഞെടുത്ത് ഒഴിച്ചു. അതെല്ലാം കൂടി തിളച്ച് പൊങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്നൊന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ആ ഫുൾ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. ഇതുവരെ ഞാനൊരു ഫുൾ ബിരിയാണി ഒരു സമയത്ത് കഴിച്ചിട്ടില്ല. ബാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പണി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ കഴിക്കാനായിട്ട്. തറ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം തീർന്നു. ഏട്ടൻ്റെ അടുത്ത് പോയി ഏട്ടൻ്റെ അടുത്ത് പറയുന്നതിന് മുന്നേ മോട്ടർ ഇട്ട് നോക്കി. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഏട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു മോട്ടർ വർക്ക് ചെയ്യുന്നില്ല ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഏട്ടനാണെങ്കിൽ ബിരിയാണിയൊക്കെ തിന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നല്ല ഉച്ചയുറക്കത്തിലാട്ടോ. പെപ്സി കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പെപ്സി കുടിച്ചിട്ട് ഗ്യാസ് മൂക്കിലൂടെ കയറി വന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, ഏട്ടൻ നല്ല ഉറക്കത്തില്ല. ഏട്ടൻ പറഞ്ഞു മഴ കഴിയട്ടെ, മഴ കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന്. ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു കാറ്റ് വീശിയിട്ട് ജനൽ വന്ന് അടഞ്ഞാണേ. അപ്പോൾ ഏട്ടൻ മഴ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ എനിക്ക് മഴവെള്ളമൊക്കെ എടുത്ത് തറ തുടയ്ക്കാം. പക്ഷെ അതല്ലല്ലോ, ബിരിയാണിയൊക്കെ കഴിച്ചല്ലേ, ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എനിക്കൊന്ന് കടയിൽ കയറണം. കാരണം കുറച്ച് സാധനങ്ങൾ, എൻ്റെ കുക്കിംഗ് റിലേറ്റഡ് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ കുഞ്ഞിന് 1.5 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ എൻ്റെ ഹെൽത്ത് വണ്ണം ഒന്നും കുറയ്ക്കാൻ നോക്കിയിട്ടില്ല. എനിക്ക് നല്ല വയറൊക്കെ ചാടിയിട്ടാണുള്ളത്. അപ്പോൾ അതൊന്നും കുറയ്ക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ച് തുടങ്ങിയില്ല. ഞാൻ ഒന്നും ചെയ്തില്ല ഇതുവരെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യല്ല, എന്നാലും ചെറിയ രീതിയിൽ ഹെൽത്ത് എനിക്കൊന്ന് നോക്കിയെടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ കുറച്ച് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഞാൻ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും പിന്നെ ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്തല്ല ഇനി തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓട്സും ചിയ സീഡ്സും ഒക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ എന്തായാലും പോകുന്ന വഴി ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണം. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡുകളൊക്കെ ഇനി തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. എനിക്ക് ഡയറ്റ് എടുക്കാൻ എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഞാൻ ഓൾറെഡി എനിക്കൊരു PCOD ഒക്കെ ഉണ്ടായിരുന്നു. ആ PCOD ഉള്ള സമയത്ത് എന്താ പറയുക, ഞാൻ നല്ലപോലെ ഡയറ്റ് കൺട്രോൾ ചെയ്ത ഒരാളാണ്. നന്നായിട്ട് വെയിറ്റ്, ഏകദേശം എനിക്ക് PCOD ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 84 kg ആയിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു 2-3 മാസത്തെ കഠിന പ്രയത്നം എന്ന് തന്നെ പറയാം. കുറേ എല്ലാവരും തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഞാൻ 100% ഡെഡിക്കേഷനോടെ ചെയ്തൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ അതിലിപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ആ 84 kgന്ന് ഞാൻ 59 kg ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പം അത്രയും ഒരു 3 മാസത്തെ എൻ്റെ കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഞാൻ വണ്ണമൊക്കെ കുറച്ച് കാണാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം പിന്നെ എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ ബോഡിയെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇനിയിപ്പോൾ ഡയറ്റൊക്കെ നോക്കി ഹെൽത്തൊക്കെ ഒന്ന് കൺട്രോൾ ആക്കി എടുക്കണം, ബോഡിയൊക്കെ ഒന്ന് ഇതാക്കി എടുക്കണം, ഹെൽത്തി ആക്കി എടുക്കണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകുന്ന വഴി ഒന്ന് ഷോപ്പിൽ കയറണം. അത് ഞാൻ പറ്റിയ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം.
അപ്പോൾ ഇനി മഴയൊക്കെ കഴിഞ്ഞ് വെള്ളം വരുന്നവരെ ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ ഞാൻ വീണ്ടും ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ മുമ്പേ ബാക്കി വെച്ചതിൻ്റെ ബിരിയാണി കേട്ടോ. വേറെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ കഴിക്കും. ഇനി അതുകൂടി കഴിയാൻ വൈകിട്ടാണ്. പണിയൊക്കെ ഞാൻ ഏകദേശം തീർത്തു. ഞാൻ ഇന്ന് കഴിച്ചിട്ട് വരാം. ടാറ്റാ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ റൂമും ഒന്ന് തൂത്തൊക്കെ വാരിയിട്ടു. അപ്പോൾ ഹോം ടൂറായിട്ട് കാണിക്കാൻ എനിക്ക് സമയമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് വീടൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. മുറ്റത്തുനിന്ന് ഇറങ്ങി എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മഴയാണ്. അപ്പം മുറ്റത്തുനിന്ന് വീട് കാണിക്കാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ, വീടിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പ് കേട്ടോ. വലിയ സ്റ്റെപ്പാണ്. എനിക്ക് മുറ്റത്തുനിന്ന് ഇറങ്ങി എടുക്കാൻ പറ്റാത്തത് ഇച്ചിരി പാടാണ്. ഒരു കുഞ്ഞി സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ കസാരയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം എടുത്ത് വറക്കി അകത്തിട്ടേക്കാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു കുട്ടി ലിവിങ് റൂം ഉണ്ട്. അവിടെ ഒരു സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ ഏട്ടൻ്റെ കലാവിരുതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് താമസം തുടങ്ങിയില്ല. ഇനി തുടങ്ങുമ്പോഴത്തേക്ക് കുറേ വർക്ക് ഞങ്ങൾക്ക് ഇവിടെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അച്ഛൻ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഷോക്കേസുകളൊക്കെ പറയണം. അപ്പോൾ ലിവിങ് റൂമിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നടുക്കായിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ടാണ് റൂം. അപ്പോൾ ഹോം ടൂറായിട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചത് ഇവിടെ ഏട്ടങ്ങൾ ഉറങ്ങാൻ, അതാണ് ഞാൻ ഡോർ അടച്ചിട്ടേക്കുന്നത്. പിന്നെ ലിവിങ് റൂമിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മ അതേ ചെയറൊക്കെ എടുത്ത് മാറ്റിയിട്ടേക്കാണ്. പിന്നെ ഞാൻ മുമ്പേ കഴിച്ച ബിരിയാണിയുടെ ബാക്കിയും ചായയുടെ പാലുമൊക്കെ ഇവിടെ ഇരിക്കുന്നു പ്ലീസ്. അതെ, അവിടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അപ്പോൾ ഈ ഡോറ് തുറന്നിറങ്ങുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. ഡോറ് തുറന്ന് ഇറങ്ങുന്ന കിച്ചണിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ അത് ക്യാമറയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് റെക്കോർഡായില്ല. ഞാൻ വീട്ടിൽ വന്ന് ഇത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. പിന്നെ ഞങ്ങളിതേ ഒരു ചായയൊക്കെ കുടിച്ചു വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.